ചന്തയില് 2 കൂലിക്കാരെ ഒഴിവ് ഇപ്പോഴും ഉണ്ടടാ. കണ്ണപ്പനെയും മച്ചാനെയും കാത്തിരിക്കുന്ന അറിയാവുന്ന തൊഴിൽ. എല്ലാം മറന്ന് നമുക്ക് അങ്ങോട്ട് പോവാ. ചുമക്കാൻ 2 ചാക്കും അതിനെതിരെ കൂലിയും കേറി കിടക്കാൻ ഒരു കൂരം കിട്ടിയാ നിനക്കൊക്കെ ഇനിയും ജീവിക്കാല്ലേ? അതും എല്ലാം മറന്ന് എന്നെ തെറ്റിദ്ധരിച്ച് എന്റെ ഭാര്യയെ വലിച്ചിറക്കൊണ്ട് പോയപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെ ഓർത്തിട്ടാ. നിനക്ക് ഞങ്ങളുണ്ടാ. രായപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഭാര്യയെ തിരിച്ചെടുത്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ച എന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ? പറ. എടാ, അത് രക്തബന്ധമാ, പറിച്ചെറിഞ്ഞാലും പോവില്ല. നീ കണ്ടില്ലേ ലക്ഷ്മിയും പാർവതിയും ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു പോയത്. ചെന്താമരയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ഞങ്ങളെ ഇത്രയും സഹായിച്ച നിനക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? വാടാ, ചേരിയിലേക്ക് പോവാം. ചതിയായിരുന്നു, ചതി. ആ മച്ചാൻ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചു. പാട്ടും കൂത്തുമായി കല്യാണം നടത്തിയിട്ട് അവളവിടെ കൊണ്ടുവരാൻ മഹാദേവന്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് വെപ്പാട്ടിയായിട്ട്. അവിടെ അവന് വേറെ ഭാര്യയുണ്ട്. പാവൻ ചന്താമര. അവൾ ഇപ്പോഴും അവനെ നമ്പിയിരിക്കുക. അവനോട് ഉടമ്പ് വെട്ടി പീസ് പീസാക്കണം. ഇനിമേ ഒരുത്തനും നമ്മ ഏമാത്തക്കൂടാது. நான் அந்த மாட்டுப்பட்டி மச்சான பார்க்க போறேன். நீங்க எல்லாம் என் கூட இருக்கணும். இது நம்ம மான பிரச்சனை. வாடா. രാജപ്പ, നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. അത് ഞാൻ പറഞ്ഞ കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട ചെത്ത്. അടികളവനെ. നിർത്താൻ. ആരുടെ കൂട്ടത്തിൽ മാട്ടുപെട്ടി മച്ചാൻ? ഞാനാ. ഓ, അപ്പൊ നീ കണ്ണപ്പൻ. നല്ല തടിയുണ്ടല്ലോടെ 2 എണ്ണത്തിനും. 2 തന്നാല് ലോക്കപ്പ് കിടന്ന് ചാകില്ല. എന്തിനാണ് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത്? ഞാൻ പറയാം സാർ. എന്റെ പെങ്ങൾ ചെന്താമരെ ചതിച്ച് കല്യാണം കഴിച്ചത് ഇവനാ. കൂട്ടുനിന്നത് ഇവന്മാരും. എന്താണ് അതിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ 3-ാം പ്രതി. നീയൊക്കെ നന്നായിട്ട് അഭിനയിക്കും അല്ലേ? ശ്രമിച്ചാൽ ഒരു ഓസ്കാർ വരെ കിട്ടുമല്ലോടാ. ആട്ടെ, എത്ര നാളെ പരിപാടി തുടങ്ങിയിട്ട്? ഏത് പരിപാടി? വിവാഹ തട്ടിപ്പ്. ഇതുവരെ എത്ര കല്യാണം കഴിച്ചു? പെൺപിള്ളാരെ പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഞാന് എന്താ സാറ്, എന്തിനാ ഇവരെ തല്ലുന്നത്? ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്യാൻ. ഇവരൊക്കെ കളിച്ച് കളിച്ച് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചു. ഇടയ്ക്ക് കളി ഒന്ന് പാളിയപ്പോഴാ എന്റെ റോള് വന്നതും ഞാൻ ഇവിടെ എത്തിയത്. ഒരു കലാശക്കൊട്ടിന് എല്ലാം ഒന്ന് അവസാനിപ്പിക്കണ്ടേ? ആട്ടെ, നമ്മളാരാ? മഹാദേവൻ. ഓ, മഹാദേവൻ 5-ാം പ്രതി. നിങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, നേരിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇനി എവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. പണവും പ്രതാപവും അംഗീകാരവും ഒക്കെ ഉള്ള നിങ്ങൾ എന്തിനാ ഹിമന്മാരോടൊപ്പം കൂടിയത്? മനസ്സിലായില്ല. ഇന്ന് രാവിലെ എനിക്കൊരു പെറ്റീഷൻ കിട്ടി. വിവാഹ തട്ടിപ്പ്. അതിന് കൂട്ടുനിന്ന 5 പ്രതികളെ തേടിയാണ് ഞാനിവിടെ വന്നത്. പോലീസിന്റെ പണി ഉറക്കാൻ ഭാഗ്യത്തിന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 1-ാം പ്രതി മച്ചാൻ, 2-ാം പ്രതി, 3, 4. ഞാനിവിടെ ഉണ്ട്. എന്നെ നേരത്തെ പൊക്കി. 5-ാം പ്രതി ഞാനും അല്ലേ? സാർ, കുറ്റക്കാർ ഞാനും ഇവനുമാ. മറ്റുള്ളവരെ വെറുതെ വിടണം. മഹാദേവൻ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടിച്ചത് ഞങ്ങളാ. നിരപരാധികളെ കോടതി തീരുമാനിക്കും. അതത്ര ശരിയായ മറുപടിയല്ല. ശ്രമിച്ചാൽ പോലീസിന് സാധിക്കും. ഇവന്മാര് പലതും പറയും സാർ. പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഒരുത്തനെയും വെറുതെ വിടരുത്. നിങ്ങൾ ശാന്തരാവണം. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കേൾക്കണം. കേട്ടേ പറ്റൂ. നിങ്ങളോട് തെറ്റ് ചെയ്തത് ഇവരാരുമല്ല, ഞാനാ. എന്റെ മോൻ ഒരു ഭാര്യയേ ഉള്ളൂ. അത് ഈ രാജപ്പന്റെ പെങ്ങൾ ചന്താമരയാ. ഈ ചേരിയിലെ കുടിലിൽ നിർത്തിയേ എന്റെ മകൻ വിവാഹം കഴിച്ചു എന്ന് കരുതി മഹാദേവന്റെ വിലയിടുകയില്ല. മറിച്ചത് നന്മയുടെ പേരിൽ ഉയരുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ, തെറ്റിദ്ധരിച്ച് നിന്നെ ഞാൻ വേലക്കാരിയായിട്ടാണ് എന്റെ വീട്ടിൽ കയറ്റിയത്. ഇപ്പൊ ഞാൻ എന്റെ മോന്റെ ഭാര്യയായിട്ട് കൂടെ കൊണ്ടുപോകാനാ വന്നത്. കൊള്ളാം. നിരപരാധിത്വം തെളിയിച്ച് ഇവിടെ പ്രശ്നം സോൾവ് ചെയ്തു അല്ലേ? ന്യായമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. പെൺകുട്ടികളുടെ വീട്ടുകാർ മുൻകൈ എടുത്താണ് ഇവരുടെ വിവാഹം നടത്തിയത്. സാക്ഷികളായി ഒപ്പിട്ടത് അവരുടെ മാതാപിതാക്കൾ. രജിസ്റ്റർ പരിശോധിച്ചാൽ സാറിന് അത് മനസ്സിലാവും. നിയമാനുസൃതം നടന്ന കല്യാണത്തെ തട്ടിപ്പെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭാര്യമാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ആദ്യം പരാതി തന്നിരുന്നെങ്കിൽ സാറിന് നടപടി എന്തായിരിക്കും? സാർ ആർക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കും? സാർ, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇരുകൂട്ടർക്കും അവസരം കൊടുക്കണം. ഒന്നിച്ചു നിർത്തി അവരോട് ചോദിച്ചുകൂടെ? സത്യം അങ്ങനെ അല്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കണം.
നിങ്ങൾ ചെന്ന് വിളിച്ചാൽ ആ പെൺകുട്ടികൾ ഇറങ്ങി വരൂ. എങ്കിൽ ഈ പെറ്റീഷന് വില ഉണ്ടാവില്ല. ഉറപ്പുണ്ടെങ്കിൽ കയറിക്ക വണ്ടിയിലോട്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ കുട്ടികളെ. മച്ചാനെ ഞങ്ങളുണ്ട് കൂടെ, വാടാ.